ലോൺ എടുത്ത് ജീവിതം തകർന്നു പോയവർ, ജപ്തിയുടെ വക്കിലാണ് ഉസ്താദെ എന്ന സങ്കടം പറഞ്ഞവർ, പലിശക്ക് പൈസ എടുത്തിട്ട് അടയ്ക്കാനൊരു വഴിയുമില്ല, പെട്ടുപോയതാണ്, എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് ചോദിച്ച് വല്ലാതെ പ്രയാസപ്പെടുന്നവർ, ആത്മഹത്യയുടെ വക്കിലെത്തിയവർ, സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ. ഈ വിഷയം മുഴുവനായി കേട്ട് നിങ്ങളുടെ ജീവിതത്തിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. ഇൻഷാ അല്ലാഹ് പരിഹാരമുണ്ടാകും. അള്ളാഹു വലിയാണ് അല്ലേ, എല്ലാത്തിനും മുകളിൽ ഐശ്വര്യമുള്ളവനാണ്. അവൻ്റെ ഖജനാവിൽ നിന്ന് നമുക്ക് വല്ലതും തന്നാൽ അള്ളാഹുവിനൊന്നും കുറഞ്ഞു പോകില്ലല്ലോ. അതുകൊണ്ട് തന്നെ നാഥനായ റബ്ബിൻ്റെ അടിമകളായ നമ്മൾ ടെൻഷൻ അടിക്കണ്ട, വഴിയുണ്ട്. നമ്മുടെ കടങ്ങൾ വീടും, നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങും. നമുക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള വഴി നാഥനായ റബ്ബ് തുറന്നു തരും. ഉറപ്പാണ്. ഒരുപാട് ആളുകൾ വേദനിക്കുന്നുണ്ട് ഉസ്താദെ, സാമ്പത്തികമായ ഭദ്രതയില്ല, മക്കളെ കെട്ടിക്കാൻ വഴിയില്ല, പലിശക്ക് പണം എടുത്തുപോയി, ലോൺ എടുത്തു തിരിച്ചടക്കാൻ വഴിയില്ല, ജപ്തിയുടെ വക്കിലാണ്, കടക്കാർ വന്ന് വീടിൻ്റെ മുൻപിൽ നിൽപ്പാണ്. ഇങ്ങനെ എത്ര ആളുകളാണെന്നറിയോ സങ്കടങ്ങൾ പറയണത് അല്ലേ. അവർ പരിശ്രമിക്കുന്നുണ്ട്, അവർ കടം വീട്ടാൻ വേണ്ടി ഓടി നടക്കുന്നുണ്ട്. പരിശ്രമിക്കാത്ത ആളുകളെക്കുറിച്ചല്ലേ. എന്ത് ദിക്റായാലും എന്ത് ദുആയായാലും അത് ഫലിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും അള്ളാഹിനോട് ദ്വാരക്കുകയും വേണം. അതായത് ഒരാൾ പണിക്കൊന്നും പോകണില്ല, പടച്ചോനെ എൻ്റെ കടം വീട്ടണേ എന്ന് പറഞ്ഞാൽ അവൻ വിവരദോഷിയാണ്, അവന് കിട്ടില്ല. നിരന്തരം നമ്മൾ അധ്വാനിക്കുന്നതോടൊപ്പം അള്ളാഹിനോട് പടച്ചോനെ എനിക്ക് തരണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിലാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ സഹായിക്കുക. അപ്പോൾ ഈ പരിശ്രമമൊക്കെ ഉണ്ടായിട്ടും പടച്ചോൻ എൻ്റെ കടം വീട്ടണില്ലല്ലോ റബ്ബേ, നീ എനിക്ക് തരണേ അല്ലാ എന്നുള്ള സങ്കടത്തിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കോടികളുടെ കടമുണ്ട് ഉസ്താദേ, അതുപോലെ വീട് ജപ്തിയുടെ വക്കിലാണ് ഉസ്താദ്, ലോൺ എടുക്കേണ്ട ഗതികേടിലാണ് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അവരോട് പറയട്ടെ, വിഷമിക്കല്ലേ. ഇന്നല്ലാഹ മഅന, നമ്മുടെ കൂടെ അല്ലാഹ് ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഇത് മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കിയേ. ഇന്ന് അതിനൊരു നിങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി നോക്കിയേ. കടം കൊണ്ട് വലയുന്ന മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട ഒരവസ്ഥയിലേക്ക് അല്ലാഹു നമ്മളെ എത്തിക്കില്ലട്ടോ. പടച്ചറബ് തൗഫീക്ക് നൽകുമാറാകട്ടെ. ചിലർ പറയാറുണ്ട് കടം കൊണ്ട് വലയാണ് ഉസ്താദെ, ആത്മഹത്യയുടെ വക്കീലാണ് എന്നൊക്കെ പറയുന്ന ധാരാളം ആളുകൾ. ലോൺ എടുക്കാൻ പാടില്ലല്ലോ നമുക്ക്, പലിശയിലേക്ക് അടുക്കരുത്. പലിശയുമായി ബന്ധപ്പെടുന്നവനും സാക്ഷി നിൽക്കുന്നവനും പലിശ വാങ്ങുന്നവനും ഒക്കെ നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനേറെ ഇങ്ങനൊരു ഹദീസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, പലിശയുമായി ബന്ധപ്പെടുന്നവൻ സ്വന്തം മാതാവിനെ വ്യഭിചരിച്ചവനെ പോലെയാണെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എത്ര ഗൗരവമാണ് പലിശ. ഇസ്ലാം ഹറാമാക്കിയൊരു മേഖലയാണ് പലിശയുടേത്. പക്ഷേ പെട്ടുപോയി ഉസ്താദ്, എന്ത് ചെയ്യും, വേറൊരു വഴിയില്ലാതെ പെട്ടുപോയി. നമ്മളൊരിക്കലും ഹറാമായ പൈസ കൊണ്ട് വീട് വെക്കാൻ നിൽക്കരുത് കേട്ടോ. ഹറാമായ പൈസ കൊണ്ട് വീട് വെക്കാൻ നിൽക്കരുത്. ആ വീട്ടിൽ നമുക്ക് സമാധാനം കിട്ടൂല. അതിലേറെ സ്വസ്ഥത മാസം നിങ്ങൾ പൈസ കൊടുത്ത് വാടകയ്ക്ക് താമസിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഹറാമായ പൈസ കൊണ്ട് വീട് വെക്കുന്നതിനേക്കാൾ നല്ലത് ഹലാലായ പൈസ കൊടുത്ത് വാടകയ്ക്ക് താമസിക്കലാണ്. സ്വന്തം വീട് ഉണ്ടെങ്കിലേ ഒരു ഇസ്സത്തുള്ളൂ, ജനങ്ങൾക്കിടയിൽ അഭിമാനമുള്ളൂ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ വീട് പണിതു ലാസ്റ്റ് ആളുകളുടെ മുമ്പിൽ പോയി ഈ ഇസ്സത്തൊക്കെ വിട്ടിട്ട് കൈ നീട്ടി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. മനസ്സിലായി, കടം വാങ്ങാൻ വിരോധമില്ല, കടം തിരിച്ചു വീട്ടുന്നുണ്ടെങ്കിൽ, പലിശരഹിതമായ വായ്പകൾ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം. പലിശ ബന്ധപ്പെടരുത് കേട്ടോ. പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. അല്ല, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. കാരണം ബറക്കത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നേ, ബറക്കത്തങ്ങ് നഷ്ടപ്പെടും. കോടികളുടെ കടമുണ്ട് ഉസ്താദേ, അതുപോലെ വീട് ജപ്തിയുടെ വക്കിലാണ് ഉസ്താദ്, ലോൺ എടുക്കേണ്ട ഗതികേടിലാണ് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അവരോട് പറയട്ടെ, വിഷമിക്കല്ലേ. ഇന്നല്ലാഹ മഅന, നമ്മുടെ കൂടെ അല്ലാഹ് ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഇത് മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കിയേ. ഇന്ന് അതിനൊരു നിങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി നോക്കിയേ. കടം കൊണ്ട് വലയുന്ന മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട ഒരവസ്ഥയിലേക്ക് അല്ലാഹു നമ്മളെ എത്തിക്കില്ലട്ടോ. പടച്ചറബ് തൗഫീക്ക് നൽകുമാറാകട്ടെ. പുരുഷന്മാർ ജുമുഅ നിസ്കാരം കഴിഞ്ഞിട്ട്, സഹോദരിമാരാണെങ്കിൽ സഹോദരിമാർക്ക് ജുമുഅ നിർബന്ധമല്ലല്ലോ, അവർ ളുഹർ നിസ്കരിച്ചിട്ട്, പുരുഷന്മാർ ജുമുഅക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന കൂലി വീടിൻ്റെ ഉള്ളിൽ നിങ്ങൾ ളുഹർ നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക. അത് അള്ളാഹു നിങ്ങൾക്ക് തന്നൊരു ഓഫറും കൂടെയാണ്. നിങ്ങൾ അത്രത്തോളം പ്രയാസപ്പെടണ്ട, നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചാലും മതിയല്ലോ. അള്ളാഹു റബ്ബുൽ ആലമീൻ അത്രമേൽ കരുണ ചെയ്തതാണത്. അള്ളാഹു റബ്ബുൽ ആലമീൻ ആ ബോധ്യത്തിൽ ഈമാനോടുകൂടെ ജീവിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ ളുഹർ നിസ്കരിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ജുമുഅ നിസ്കരിച്ചു കഴിഞ്ഞാൽ 70 തവണ നമ്മുടെ ഹലാലായ സമ്പത്തിന് വേണ്ടി അള്ളാഹിനോട് നമ്മൾ കൈ നീട്ടിയാൽ, പടച്ചോനെ ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാ,
ഒരുപാട് പ്രയാസങ്ങളിലാണല്ല എന്നുള്ള ആ ഒരു ബോധ്യം വരുന്ന ഒരു ദിക്ർ 70 തവണ നമ്മൾ ചൊല്ലിയാൽ ഒരാഴ്ച, അടുത്ത വെള്ളിയാഴ്ച വരെ സാമ്പത്തിക പരാധീനത ഉണ്ടാവില്ല. മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരില്ല. ഹലാലല്ലാത്തൊരു സമ്പാദ്യത്തിലേക്ക് നമ്മൾ ചെന്ന് കയറേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുത്തൂല. അല്ല, മനസ്സിലാകുന്നുണ്ടോ? പിശാചിൻ്റെ കണിവലയിൽപ്പെട്ട് നമ്മളുടെ ഇടയിൽ പോകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിലായി നമ്മൾ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ജുമാ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ളുഹർ കഴിഞ്ഞിട്ട് ഈ പറയുന്ന ദിക്ർ 70 തവണ ഹലാലായ രീതിയിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ചോദിക്കാൻ പറ്റിയാൽ അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ല റിപ്പോർട്ടുകൾ നമുക്ക് അറബിയിൽ വന്നിട്ടുണ്ട്, അതും ചൊല്ലാം. വേണമെങ്കിൽ മലയാളത്തിലും ദുആ ചെയ്യാം. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാം അറിയുന്നവനല്ലേ. ഈ ഒരു ദിക്ർ നിങ്ങൾ നോക്കിയേ, അല്ലാഹുമ്മ ർസുഖ്നി റിസ്ഖൻ വാസിഅൻ ഹലാലൻ ത്വയ്യിബാ. അല്ലാഹുമ്മ ർസുഖ്നി, എനിക്ക് നീ പ്രദാനം ചെയ്യണയല്ല, നീ നൽകണയല്ല. റിസ്ഖൻ വാസിഅൻ ഹലാലൻ ത്വയ്യിബൻ, ഏറ്റവും നല്ല വിശാലമായ ഹലാലായ റിസ്ഖിനെ നൽകണയല്ല. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുദിനം ജീവിച്ചു പോകാൻ ആവശ്യമായി എന്തൊക്കെയുണ്ടോ, അത് ഭക്ഷണമാകട്ടെ, വസ്ത്രമാകട്ടെ, സമ്പത്താകട്ടെ, കുടുംബമാകട്ടെ, മക്കളാകട്ടെ, അങ്ങനെ എന്ത് വേണോ അതൊക്കെ ഹലാലായ രീതിയിൽ നീ തരണയല്ല. ഹലാലല്ലാത്ത ഒന്നിൽ പോകേണ്ട അവസ്ഥ ഉണ്ടാകരുതല്ലേ. ഹലാലായ രീതിയിൽ നീ എനിക്ക് നൽകണേ പടച്ചോനെ. ഈ ദിക്ർ അല്ലാഹുമ്മ ർസുഖ്നി റിസ്ഖൻ വാസിഅൻ ഹലാലൻ ത്വയ്യിബാ, ഈ ദിക്ർ 70 തവണ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് പുരുഷന്മാർ, ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് സ്ത്രീകൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്തിട്ട് കാരുണ്യവാനായ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് ദുആ ചെയ്ത് നോക്കിയേ. ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് ആ പ്രയാസം ഉണ്ടാവില്ല. അടുത്ത വെള്ളിയാഴ്ച ഇതുപോലെ ചെയ്യുക. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ചെയ്യുന്ന അമലിൻ്റെ പ്രത്യേകത ഒരാഴ്ച നമുക്ക് കാവൽ ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിച്ചത് കാണാം. ഇനി ഉസ്താദ് ജപ്തിയിൽ പെട്ടുപോയി, ഇതിൽ നിന്ന് എങ്ങനെ ഊരിയെടുക്കാൻ പറ്റും? വഴി ഞാൻ പറഞ്ഞുതരാം. ജപ്തിയുടെ വക്കീലാണ്, കടം കൊണ്ട് വലയാണ്, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുകയാണ്. വിഷമിക്കല്ലേ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മളെ കൈവിടൂല. അവൻ ഗനിയല്ലേ, അവൻ അധികാരിയല്ലേ, എല്ലാത്തിനും മുകളിലല്ലേ തമ്പുരാനുള്ളത് ഇല്ലേ. പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണേ? എൻ്റെ ഉടമ ഏറ്റവും വലിയ ഐശ്വര്യവാനാണ്, അവൻ്റെ കയ്യിലാണ് എല്ലാ സമ്പത്തുമെങ്കിൽ അടിമയായ ഞാനെന്തിന് ടെൻഷൻ അടിക്കണം? ഞാൻ ചോദിച്ചാൽ തരുന്നവനാണ് എൻ്റെ ഉടമയെങ്കിൽ പിന്നെ എനിക്ക് ടെൻഷനില്ല. ചോദിക്കേണ്ട പോലെ ചോദിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നില്ലേ, മൻ കസുറ അലൈഹി ദൈനു ഫൽയഖുൽ, ആർക്കെങ്കിലും കടം ഇങ്ങനെ അധികരിച്ചു പോയാൽ, വർദ്ധിച്ചു പോയാൽ എന്ത് ചെയ്യണം? അവൻ പറയണം, അവൻ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക് അൻ ഹറാമിക് വഗ്നിനി ബിഫദ്ലിക് അമ്മൻ സിവാക്. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക്, പടച്ചോനെ നിൻ്റെ ഹലാൽ കൊണ്ട് എനിക്ക് മതിയാക്കണേ അല്ലാ, അൻ ഹറാമിക്. അതായത് ഒരു പലിശക്ക് പോകേണ്ട ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥയോ അതിൽ നിന്നൊക്കെ ഹറാമായ ഒന്നിലേക്ക് കൈനീട്ടുന്നതിൽ നിന്ന് ഹലാൽ കൊണ്ട് നീ എനിക്ക് മതിയാക്കണേ അല്ല എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഹലാലായ പൈസ എനിക്ക് തരണേ അല്ല, ആവശ്യത്തിന് ഹലാൽ തരണേ അല്ല, ഹറാമിലേക്ക് വിടലേ അല്ല. വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്, പടച്ചോനെ എന്നെ നീ ഐശ്വര്യവാനാക്കണേ അല്ല നിൻ്റെ ഔദാര്യം കൊണ്ട്. മറ്റൊരാളുടെ ഔദാര്യത്തിലേക്ക് പോകേണ്ടി വരരുതല്ല. ഒരു പടപ്പിൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ ഒച്ചാനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ലേ അല്ല. എല്ലാത്തിനും മുകളിൽ നീയുണ്ട്. നിൻ്റെ ഔദാര്യം കൊണ്ട് നീ എനിക്ക് തരണേ അല്ല, നിൻ്റെ ഔദാര്യം കൊണ്ട് നീ എന്നെ ഐശ്വര്യവാനാക്കണേ അല്ല എന്ന പ്രാർത്ഥന. ഇതും ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ദിക്ർ 70 തവണ ചൊല്ലി നോക്കിയേ. ഇത് ജുമാക്ക് ശേഷം മാത്രമല്ല, എല്ലാ ദിവസവും പതിവാക്കാൻ പറ്റുന്നൊരു ദിക്റാണ്. 70 തവണ നിങ്ങളൊന്ന് പതിവാക്കി നോക്കിയേ. ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാവൽ തരും. ഉറപ്പാണ്. ചിലപ്പോൾ അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ വർദ്ധിപ്പിച്ചു തന്നാലും ഒരു പ്രയാസം ഉണ്ടാവില്ലല്ലോ. അള്ളാഹു വർദ്ധിപ്പിക്കാൻ കഴിയുന്നവനാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക് വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ധാരാളം ചൊല്ലാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.